മൂന്നാം സീറ്റ് ആവശ്യവുമായി മുസ്ലിം ലീഗ്. ആവശ്യം ഈ യോഗത്തിൽ ചർച്ചയാകും. ഇന്ന് തൃശ്ശൂരിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. 3 സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് കെ മുരളീധരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ലീഗ് 3 സീറ്റിനെ കുറിച്ച് ആവശ്യപ്പെടുന്നു. അതിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെ നേതാക്കൾ ഒരു 3 പേരും, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 3 പേരും, കെ സുധാകരനും അല്ലെങ്കിൽ കെ മുരളീധരനും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. പക്ഷേ ആ പ്രതികരണത്തിൽ മാത്രമാകുന്നില്ലല്ലോ കാര്യങ്ങൾ. അത് കൃത്യമായിട്ട് എവിടെ ഏത് സീറ്റ് നൽകും എന്നുള്ള കാര്യത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച അത് ഉണ്ടാകുന്നുണ്ടോ? സ്മിത, ഈ 3 നേതാക്കളും ഇന്ന് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഒപ്പം കെ മുരളീധരൻ, ഈ 3 പേരും ഈ സമീപനത്തോട്, ലീഗിന്റെ ആവശ്യത്തോട് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അവർക്ക് ലീഗിന് 3-ാം സീറ്റ് ചോദിക്കാനുള്ള അർഹതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. സീറ്റ് മുസ്ലിം ലീഗിന് 2 സീറ്റ് നൽകിയാൽ മതി എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നാളെ നടക്കുന്ന UDF യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കാൻ പോകുന്നതും അക്കാര്യമായിരിക്കും. പക്ഷേ ലീഗിനെ പിണക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലൂടെ നേതാക്കൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ UDF ഏറ്റവും ആദ്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളത്തിൽ സജീവമാകണമെന്ന് കരുതി വളരെ നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിച്ചതാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ വഴിമുട്ടിയവരുടെ ചർച്ചകൾ നിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ നാളത്തെ യോഗം നിർണായകമാണ്. കാരണം അതിനുശേഷമാകും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ പൂർത്തിയാക്കി പ്രചരണ പരിപാടികളിലേക്ക്, സ്ഥാനാർത്ഥികളെ കൂടി അവതരിപ്പിച്ചൊരു പ്രചരണ പരിപാടികളിലേക്ക് കോൺഗ്രസും UDF-ഉം കടക്കുക. നിലവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്നതായിരുന്നു ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യം. അതല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ പോലും കണ്ണൂർ സീറ്റ് ആവശ്യമുണ്ട് എന്ന്, കണ്ണൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിന് ഈ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അക്കാര്യം നാളെ ബോധ്യപ്പെടുത്തും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. മാത്രമല്ല, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ട എന്നുള്ളൊരു നിലപാട് മുസ്ലിം ലീഗും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു പൊട്ടിത്തെറിയില്ലാതെ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴും ആ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തത്. അർഹതയുണ്ട്, ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ വെറുതെ ചോദിച്ചു കളയുകയല്ല, അതിനുവേണ്ടി വാശി പിടിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഈ സീറ്റ് തൽക്കാലം ആവശ്യം നിന്ന് പുറകോട്ട് പോകണമെന്ന് പറയുകയും അതിന് മുസ്ലിം ലീഗ് നേതാക്കൾ ഏത് തരത്തിലുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും UDF-ന്റെ തുടർന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തായാലും മറ്റ് സീറ്റുകളിൽ, പ്രധാനമായും കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെയും പ്രാദേശികമായ വലിയ എതിർപ്പുകളുണ്ട് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകുന്നതിന്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ അത് നല്ല നിലയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകണം. അതിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതിരിക്കാനായി ഫ്രാൻസിസ് ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അവിടെ കളത്തിലിറക്കണമെന്നൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്മിത, ശരി. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ, സീറ്റ് വിഭജന ചർച്ചകൾ ഇതിലേക്ക് സജീവമായി തന്നെ കടന്നിരിക്കുകയാണ്.